ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ ട്രീറ്റ് കൊടുക്കുന്നതാണ് എൻ്റെ ഫാമിലിക്ക്. എൻ്റെ ഒരു ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇറാനി റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. സ്പെഷ്യലായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ട് ഞാൻ ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ശംഖുമുഖം ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ആയിരിക്കുന്നത്. ഒരു മാസമേ ആയിട്ടുള്ളൂ ഇറാനി ശംഖുമുഖത്ത് സ്റ്റാർട്ടായിട്ട്. നമുക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതുവഴി ഒന്ന് പാസ്സായപ്പോഴത്തേക്കുമാണ് കണ്ടത്. സോ അതുകൊണ്ട് ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, മോള് നിൽക്കുന്നു. ചേട്ടൻ വണ്ടി പാർക്കിംഗ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ആ എൻട്രൻസ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതേ ഉള്ളൂ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ബിക്കോസ് ബീച്ച് വ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പിന്നെ അകത്തുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ലൊരു സീറ്റായിരുന്നു. ഈ രാജാവിൻ്റെ കസേരയൊക്കെ പോലെ നല്ലൊരു സീറ്റായിരുന്നു. അപ്പോൾ നമുക്ക് 4 സീറ്റ് അങ്ങനെ കിട്ടി. 4ഉം സെയിം സീറ്റ്, അതുപോലത്തെ സീറ്റ് തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് കളർ മാത്രം ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും മോളും ചേട്ടനുമായിട്ട് ഇതായിരുന്നു. ചേട്ടനത് ഓർഡർ ചെയ്യാനായിട്ട് റെസിപ്പി, അതായത് മെനു കാർഡ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. മട്ടനും ഫിഷും, അതുപോലെ തന്നെ അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വെജും കിട്ടുന്ന ഒരു കടയിൽ കയറി കഴിക്കണമെന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഞങ്ങൾ സീ ഫുഡ് കഴിക്കാമെന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ സീ ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ ആ സീറ്റ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അന്ന് കുറച്ച് വയ്യായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മുഖവും മൊത്തം ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് അന്ന് എന്തായാലും ബർത്ത്ഡേ ട്രീറ്റ് നടത്താം എന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഡൈനിങ്ങിലുള്ള ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിൻ്റെ ഒരു സ്റ്റിക്കർ പോലെയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ നമുക്ക് ആദ്യം പ്ലേറ്റ് അവർ കൊണ്ടുവരും. സോ ആദ്യം നമുക്ക് പ്ലേറ്റ് കൊണ്ടുവന്ന് നമ്മളിത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. സ്റ്റാർട്ടറായിട്ട് ഞാൻ പറഞ്ഞത് പ്രോൺസ് ആയിരുന്നു. പ്രോൺസിൻ്റെ ഒരു ഫ്രൈ പോലത്തെ ഒരു പ്രോൺസ് ആയിരുന്നു സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാനും മോളും ചേട്ടനും കഴിക്കും. അമ്മയ്ക്ക് വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിൽ. ഇത് വന്നിട്ട് കണവ. പിന്നെ അമ്മയ്ക്ക് പനീർ ബട്ടർ മസാലയാണ് പറഞ്ഞത്. അങ്ങനെ അമ്മയ്ക്ക് പനീർ ബട്ടർ മസാല മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ആവശ്യമുള്ളത് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. ചേട്ടൻ്റെ മോൾക്കും ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളും കഴിച്ചു. അങ്ങനെ അപ്പമാണ് അവർക്ക് ആദ്യം സെർവ് ചെയ്തത്, പനീർ കറിയുടെ കൂടെ. എന്നിട്ട് നമ്മൾ വെജ് ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പം വെച്ച് അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മട്ടൻ ഗോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറിയല്ല, ലൈക്ക് റോസ്റ്റ് പോലത്തതാണ്. ഇപ്പോൾ മട്ടൻ കറിയും മട്ടൻ്റെ ഒരു പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞത് ആകെപ്പാടെ 4-3 പീസേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് വന്നു. ചേട്ടൻ ആക്ച്വലി ചിക്കൻ അൽഫാമ മന്തി അങ്ങനെ അതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ അത് കഴിക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആണ് ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബീച്ചിൽ നമുക്ക് ആ ഒരു സേഫ്റ്റി ഇതൊക്കെ അവർ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ടൊക്കെ അങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ബീച്ചിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അച്ഛനെ ഞാൻ ആ സമയത്ത് ഒരുപാട് ഓർക്കുന്നുണ്ട്. ബിക്കോസ് അച്ഛനാണ് അതൊക്കെ ഇഷ്ടം. പുറത്തുള്ള ഇങ്ങനത്തെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിക്കണം, പുറത്ത് പോകണം, ടൈം സ്പെൻഡ് ചെയ്യണം, അതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഒന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ആളുടെ ഒരു മെമ്മറി മനസ്സിൽ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഞാൻ എവിടെ പോയിരുന്നാലും. അങ്ങനെ 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞാനൊരു സാധാരണ ഒരു ചുരിദാറാണ് ഇട്ടിട്ട് പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഡിന്നർ നമ്മൾ കഴിച്ചു. നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വന്നത്. അങ്ങനെ ഒരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെ കഴിഞ്ഞു. എനിക്കൊരു സന്തോഷമായി. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു സോ മച്ച്.